കൊച്ചുമുതലാളി അത് പിന്നെ വഴി വളരെ മോശമാ. നോക്കി വണ്ടി ഓടിക്കും. ഓ ഓക്കെ ഓക്കെ, ഐ നോ, ഡോണ്ട് വറി തൃശൂൽ, റിലാക്സ്. കൊച്ചുമുതലാളി ആ കാണുന്ന റൈറ്റ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ലെഫ്റ്റ് എടുക്ക്. നമ്മളെന്തിനാ ഈ വഴി കൂടെ വെറുതെ പോകുന്നത്? എന്താടാ, എനിക്ക് ഇവിടുത്തെ വഴിയൊന്നും അറിയില്ലേ? നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടാ? ദയവേദ പാട്ട് നോക്കിയോ, ഒരു സുഖം തോന്നില്ല. നീ തന്നെയാണോ അത് പറയുന്നത്? നിന്റെ ഫേവറേറ്റ് സോങ് ആയിരുന്നല്ലോ ഇത്. ശിവാനി, തനിക്കൊരു കാര്യം അറിയോ? ഇവനൊരു സോങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ഏത് സമയത്ത് അത് തന്നെയായിരിക്കും കേട്ടോണ്ടിരിക്കുക. കുറെ പ്രാവശ്യം കേട്ടാലും ബോറടിക്കില്ലേ? പിന്നെ നമുക്ക് കേൾക്കാൻ തോന്നില്ല. ഇത്രയും ദിവസം നീ ഈ പാട്ട് വെച്ചോണ്ടിരുന്നപ്പോ ഞാൻ കേട്ടോണ്ടിരുന്നല്ലേ? ഇപ്പൊ ഞാൻ ഈ വെച്ചത് നീയും കുറച്ചു നേരം കേട്ടോണ്ടിരിക്കേ. പിന്നെ ശിവാനി, തൃശ്ശൂരിന് ഈ പാട്ടിനോട് എന്താ ഇത്ര ഇഷ്ടം എന്നറിയോ തനിക്ക്? ഇല്ല. ഇല്ല കൊച്ചുമുതലാളി, എന്തിനാ അതൊക്കെ ഇപ്പൊ പറയുന്നു? വെറുതെ വേണ്ടെന്നേ. ഓക്കെ ഓക്കെ, ശിവാനി വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ പറയില്ല. ഓക്കെ, താൻ തന്നെ പറ ശിവാനി. മേഡം മേഡം പ്ലീസ് ഒന്ന് വേണ്ടെന്ന് പറയുന്നത്. പറഞ്ഞോ ത്രിവിക്രം. ശിവാനി വിവാഹത്തിന് സമ്മതിച്ചു. അറിയാം ഗുരുക്കളെ, അങ്ങിതെങ്ങനെ? നീ ഏതൊരു കർമ്മം തന്നെ ഏറ്റെടുത്താലും അത് സമ്പൂർണമാകാതെ പിന്തിരിയില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. പറയൂ, കല്യാണക്കാര്യങ്ങൾ എവിടെ വരെയായി? സംസാരിച്ചെല്ലാം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നിശ്ചയം കൂടെ നടത്തിയാൽ മതി. അവളുടെ വീട്ടുകാരും ഇവിടെ ഇല്ലല്ലോ, എല്ലാവരും ഫോറിനിലല്ലേ. വരാൻ പറ്റില്ലെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി മുൻപോട്ട്? അതായത് ഗുരുക്കളെ, അവരുടെ ആബ്സെൻസിൽ നടത്താമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശിവാനിക്ക് ഒബ്ജക്ഷൻ ഒന്നുമില്ല. ഞാൻ ഇന്നലെ അവളോട് സംസാരിച്ച് ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തു. നാഗറാണി മെല്ലെ മെല്ലെ എന്റെ ബന്ധനത്തിൽ അകപ്പെടാൻ പോകുന്നു. എന്റെ പദ്ധതികളെല്ലാം തന്നെ നടക്കുന്നു. ഗുരുക്കളെ, പെൺകുട്ടി ശരിയായി. ഇനിയിപ്പോ വേഗം നിശ്ചയം നടത്തണം. അവിടുന്ന് ഒരു മുഹൂർത്തം കുറിച്ച് തരികയാണെങ്കിൽ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തായിരുന്നു. ഞാൻ നിന്നോട് 18 ദിവസത്തെ കാലയളവാണ് പറഞ്ഞത്. അതിൽ നിന്നും 10 ദിവസം കടന്നുപോയിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് 8 ദിവസം മാത്രം. വരുന്ന ബുധനാഴ്ച രാവിലെ 11നും 12നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ അവർ തമ്മിലുള്ള നിശ്ചയം നടന്നിരിക്കണം. ശരി ഗുരുക്കളെ, ബുധനാഴ്ച തന്നെ നടത്തിയേക്കാം. ഞാൻ നിശ്ചയത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യട്ടെ. ദിഗ്വിജയ, ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ നിനക്ക്? ബുധനാഴ്ച രാവിലെ ഞാൻ പറഞ്ഞ സമയത്ത് നടന്നിരിക്കണം. ആയിക്കോട്ടെ ഗുരുക്കളെ. കൊച്ചുമുതലാളി ഒന്ന് നേരെ നോക്കി വണ്ടി ഓടിക്കും പ്ലീസ്. ഹേയ്, എന്തിനാണ് നീ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്കെന്താ വണ്ടി ഓടിക്കാറില്ലേ? അറിയാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ, അതാണ് എന്റെ പ്രോബ്ലം. എന്റെ കണ്ണുകൊണ്ട് തന്നെ ഇതൊക്കെ കാണണോ? മുമ്പിലിരുന്ന് ഇതൊന്നും കാണണ്ടായിരുന്നു. ഒരു വശത്ത് പാട്ട്, മറുവശത്താണെങ്കിൽ ഇവരുടെ ലുക്ക് ചേഞ്ചും. എന്റെ ഒരു അവസ്ഥ. ഈശ്വര, എന്നൊന്ന് രക്ഷിക്കേ. കൊച്ചുമുതലാളി ഫോൺ റിങ് ചെയ്യുന്നു, വേഗം ഒന്ന് എടുക്കുന്നേ. ഓക്കെ ഓക്കെ, ഞാൻ കാണുന്നുണ്ടാ. നീ എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നത്? ഞാൻ എടുത്തോളാം. ത്രിവിക്രം. ഹായ് ഡാഡ്, പറഞ്ഞോ. അല്ല മോനെ, നിന്റെ നിശ്ചയത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഗുരുക്കളുടെ അടുത്ത് ഞാൻ പോയിരുന്നു. ഓ ഓക്കെ ഡാഡി, എന്നിട്ട് എന്തായി? മുഹൂർത്തം കിട്ടിയോ? അദ്ദേഹം കുറെ സമയം എടുത്ത് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി. എത്രയൊക്കെ ആലോചിച്ചിട്ടും ഇനി ഒരു 6 മാസത്തേക്ക് മുഹൂർത്തം ഇല്ലാന്നാ പറയുന്നത്. ഡാഡി, വാട്ട് ഈസ് ദിസ്? 6 മാസത്തേക്ക് മുഹൂർത്തം ഒന്നുമില്ലെന്നാണ് പറയുന്നത്. എന്താ മോനെ, ഡൗട്ട് വല്ലതും ഉണ്ടോ? നിനക്ക് വിഷമമായോ? അങ്ങനെയൊന്നുമില്ല. എന്നാലും ഡാഡി, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞാടാ. വരുന്ന ബുധനാഴ്ച നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്നാ പറഞ്ഞത്. അന്ന് തന്നെ നമുക്ക് നിശ്ചയം നടത്താം.
നെക്സ്റ്റ് വെനസ്ഡേയോ? സൂപ്പർ ഡാഡി, സൂപ്പർ. ഓക്കെ ഡാഡി, ബൈ. ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, എൻജോയ്, ടേക്ക് കെയർ, ബൈ. അപ്പൊ ശിവാനി, അടുത്ത ആഴ്ച നമ്മുടെ എൻഗേജ്മെന്റ്. എന്താ താൻ ഹാപ്പി അല്ലേ? കൊച്ചുമുതലാളി കൺഗ്രാറ്റ്സ് ഉണ്ട് കേട്ടോ. ഹേയ്, താങ്ക്സ് ബ്രോ. കൊച്ചുമുതലാളി, വണ്ടി ഒന്ന് അവിടെ നിർത്തിയേ. എന്തു പറ്റി? അത് ഞാൻ പറയാം, വണ്ടി ഒന്ന് നിർത്തുന്നേ. ഒന്ന് വേഗം നിർത്ത്. അത് പിന്നെ ബോസ്, മാഡത്തിന്റെ വണ്ടി പഞ്ചറായി കിടക്കല്ലേ, ഞാൻ അത് പോയി ശരിയാക്കിയിട്ട് വരാം. മാഡം, വണ്ടിയുടെ കീതാ മാഡം. അല്ല, സാരമില്ല, തന്നേക്കുന്നേ, എടുക്ക്. എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോ, ഞാൻ വണ്ടി ശരിയാക്കിയിട്ട് വീട്ടിലേക്ക് വന്നോളാം. ഓക്കെ. ശിവാനി, ഐ ഡോണ്ട് നോ ഇതൊരു ഡ്രീം ആണോ അതോ റിയാലിറ്റി ആണോ എന്ന് എനിക്ക് ശരിക്കും വിശ്വസിക്കാനേ പറ്റുന്നില്ല. നെക്സ്റ്റ് വീക്കാണ് നമ്മുടെ എൻഗേജ്മെന്റ്. തനിക്കും ശരിക്കും സന്തോഷമായില്ലേ? എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോ സന്തോഷമില്ലാതിരിക്കോ? നോ, സന്തോഷം എനിക്കറിയാം. പക്ഷേ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സോ അതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും... ഇല്ല, എല്ലാം പെട്ടെന്ന് നടക്കുന്നതല്ലേ നല്ലത്. പ്രതീക്ഷകളെല്ലാം പെട്ടെന്ന് നടക്കട്ടെ. വാട്ട്? പ്രതീക്ഷകളോ? സോറി, എനിക്കത് മനസ്സിലായില്ല. ജീവിതത്തിലേക്ക് സന്തോഷ സമാധാനമൊക്കെ വരാൻ പോവല്ലേ. നമ്മൾ എത്രയും വേഗം ഒന്നിക്കുന്നുവോ അത്രയും വേഗം ആദിശേഷന്റെ ഓർമ്മകൾ എനിക്ക് നിന്നിലേക്ക് എത്തിക്കാനാകും. എന്റെ കഷ്ടപ്പാടിനൊക്കെ പെട്ടെന്ന് ഫലം ലഭിക്കും. ശിവാനി, താൻ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, വീടെത്തി. ഓ അതെ, സംസാരിച്ചു വന്നപ്പോ സ്ഥലം എത്തിയത് അറിഞ്ഞതേ ഇല്ല. സമയം പോയത് ഞാൻ അറിഞ്ഞതേ ഇല്ല. പെട്ടെന്ന് വീട്ടിലെത്തിയത് പോലെ ഉണ്ട് എനിക്ക്. ബൈ പറയാനുള്ള സമയമായി. ഓക്കെ, ബൈ. എന്തിനു നീ അവരുടെ ഇടയിൽ പോയി പെട്ടെ? ശിവാനിയെ മറക്കാൻ ശ്രമിക്കുന്ന നേരത്ത് തന്നെ പോയി പെടണമായിരുന്നോ? എനിക്ക് സത്യത്തില് ശിവാനിയോട് ഇപ്പോഴും സ്നേഹം തന്നെയാ. ആ കാര്യം എനിക്കല്ലേ അറിയുള്ളൂ. പക്ഷെ ഇപ്പോ ഞാൻ ഈ കാണിക്കുന്നതെല്ലാം കണ്ടിട്ട് എല്ലാവർക്കും സംശയമല്ല തോന്നുള്ളൂ. എന്തുമാത്രം കൺട്രോൾ ചെയ്തിട്ടും എന്തോ വല്ലാത്തൊരു വേദനയാ മനസ്സിന്. ഇതിനെയാണോ ബ്രേക്കപ്പ് എന്നൊക്കെ പറയുന്നത്? അതെങ്ങനെയാ? ഞങ്ങള് രണ്ടുപേരും തമ്മില് പരസ്പരം സ്നേഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ലവ് ബ്രേക്കപ്പ് ആവുന്നേ? ഭയങ്കര കഷ്ടം ഇത്. ബോസ് എന്തായാലും ശിവാനിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. ശിവാനിക്ക് തിരിച്ചു അങ്ങനെ ഒരു സ്നേഹം ബോസിനോടുണ്ട്. ആ രണ്ട് വീട്ടുകാരും സമ്മതിച്ച് നിശ്ചയം ഉറപ്പിച്ചു വെച്ചിരിക്കുക. കുറച്ചു ദിവസം കഴിഞ്ഞ് അവർ ഒരുമിക്കില്ലേ? ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ടും എന്തിനാ ഇത്രയും വിഷമിക്കുന്നേ? അവര് രണ്ടാളും സന്തോഷിച്ചിരിക്കുമ്പോ ഞാൻ എന്തിനാ ഇത്രയും സങ്കടപ്പെടുന്നേ? എന്റെ ഈശ്വര, എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എല്ലാരും എടുക്ക. ദിഗ്വിജയ്, എന്താ സ്പെഷ്യല്? സ്വീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. എന്റെ മോൻ ത്രിവിക്രമന്റെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തിരിക്കുക. എന്താ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തെന്നോ? ഏതാ പെൺകുട്ടി? ആഹാ, എന്തായാലും സ്വീറ്റ്സ് ഒക്കെ കൊണ്ട് തന്നല്ലോ. സന്തോഷിക്കേണ്ട കാര്യമാ. എന്താ ഇത്? മകന് പെണ്ണ് നോക്കുന്ന ഒരു കാര്യവും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. എല്ലാം രഹസ്യമാക്കി വെച്ചു അല്ലേ? രഹസ്യമാക്കി വെച്ചൊന്നുമല്ല. മകനൊരാളെ ഇഷ്ടമായിരുന്നു, അവളെ തന്നെ അവന് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. നമ്മുടെ പണി കുറഞ്ഞു കിട്ടിയല്ലോ. എല്ലാം കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പ് നടന്നു. ഓ, ലവ് മാരേജാ? ഞങ്ങൾക്ക് പെൺകുട്ടിയെ കാണിച്ചു തരത്തില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. അതെയോ?
കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ വന്നില്ലായിരുന്നു. അപ്പൊ മോൻ അവളെ എനിക്ക് പരിചയപ്പെടുത്തിയായിരുന്നു. രണ്ടുപേരും നല്ല ജോഡിയാ. എന്താ ദിഗ്വിജയ് ഇത്? വിശ്വനാഥന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പരിചയപ്പെടുത്തുന്നൂടെ? അവൻ കണ്ടുന്നുണ്ടെങ്കിൽ നീയും കാണേണ്ടതല്ലായിരുന്നോ? നീ വീട്ടിൽ വന്നപ്പോ അവൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. അയാൾ എവിടുന്ന് കാണാനാ? നാഗറാണി എന്നും പറഞ്ഞ് തലയ്ക്ക് ചൂട് പിടിച്ച് നടക്കല്ലായിരുന്നു അവിടെ. തമാശ നിർത്തറ. എന്റെ സാഹചര്യത്തിൽ നീ എങ്ങാനും ആയിരിക്കണം. അപ്പൊ നിനക്ക് മനസ്സിലാവും. ദിഗ്വിജയ്, അറ്റ്ലീസ്റ്റ് നിന്റെ മരുമകളുടെ ഫോട്ടോ എങ്കിലും കാണിക്കണം. ആ ഫോട്ടോ എങ്കിലും ഒന്ന് കാണിക്കണം. ഏയ് ഒരു മിനിറ്റ് അതിങ്ങനെ എന്താടാ, നിന്റെ മരുമോളെ ഞങ്ങൾ കാണണ്ടേ? അല്ലടാ, നിങ്ങൾക്കെല്ലാവർക്കും അവളുടെ ഫോട്ടോ മാത്രം കണ്ടാ മതി. എന്താടാ, ഞങ്ങള് കാണാൻ പാടില്ലേ? പറ്റില്ലെങ്കിൽ വിട്ടേക്ക്. പറയുന്ന മുഴുവൻ കേക്കടാ. നോക്ക്, എല്ലാവരും കേൾക്കാൻ വേണ്ടിയാ പറയുന്നത്. നാളെ എന്റെ വീട്ടിൽ ഒരു ഗെറ്റ് ടുഗദർ നടത്തുന്നുണ്ട്. അവിടെ വെച്ച് എന്റെ മരുമോളെ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവായിട്ട് പരിചയപ്പെടുത്തരാം. അത് കൊള്ളാം. നമ്മളൊക്കെ ഒന്നിച്ചു കൂട്ടിട്ട് ഇപ്പൊ കൊറേ കാലമായില്ലേ? പാർട്ടിക്ക് പോയി അടിച്ചു പൊളിക്കുന്നതല്ല കാര്യം. ദിഗ്വിജയുടെ മരുമോളെ കാണലാണ് മുട്ട്. ലെറ്റ് മീ പ്രോമിസ് യു വൺ തിങ്. ഞാൻ സെലക്ട് ചെയ്ത എന്റെ മരുമകളെ കാണുമ്പോൾ നിങ്ങളെല്ലാവരും 200% സർപ്രൈസ് ആവും. നീലി, ഒടുവിൽ എന്റെ ആശകളും ഞാൻ കണ്ട സ്വപ്നങ്ങളും എല്ലാം പൂർണ്ണമാകാനുള്ള സമയം അടുത്ത് വന്നിരിക്കുക. ഞാനും ത്രിവിക്രവും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്താൻ പോവാ. എത്ര സന്തോഷമുള്ള കാര്യമാണ് ശിവാനി. നിന്റെ ഇത്രയും കാലത്തെ പ്രയത്നത്തിന് ഫലം കാണാൻ പോകുന്നു. അതെ നീലി, അടുത്ത ബുധനാഴ്ചയാണ് ഞങ്ങൾ തമ്മിലുള്ള നിശ്ചയം. ത്രിവിക്രമിന്റെ അച്ഛൻ നിശ്ചയത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. ശിവാനി, ഒടുവിൽ നീയും നിന്റെ ആദിശേഷനും ഒന്നിക്കുന്ന സമയം എത്തിയല്ലോ. ആ സന്തോഷം മതി എനിക്ക്. എനിക്കും ആദിശേഷനും ഇടയിൽ എത്രയൊക്കെ തടസ്സങ്ങളാണ് ഉണ്ടായത് നീലി. എന്റെ കൂടെ എപ്പോഴും അവനും, അവന്റെ കൂടെ ഒരു നിഴലായി ഞാനും. ഈ ജീവിത അവസാനം വരെ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതൊക്കെ ഇപ്പൊ സംഭവിക്കാൻ പോവുക നീലി. ആ പരമേശ്വരൻ അവസാനം എന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ശിവാനി, എന്തൊക്കെയായാലും നിനക്കിപ്പോ സന്തോഷമായില്ലേ? അത് ചോദിക്കാനുണ്ടോ നീലി? ഞാൻ ത്രിവിക്രമനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവുന്നതല്ലേ. ഞങ്ങളുടേത് ഇപ്പൊ ഉണ്ടായ പ്രണയമല്ല, ദൈവം നിശ്ചയിച്ചുറപ്പിച്ച ബന്ധമാണ്. എനിക്ക് എന്റെ ത്രിവിക്രമനെ തന്നെ കിട്ടി. എന്റെ അവന്റെ പ്രണയം സബലീകരിക്കാന്ന് പറയുന്നത് തന്നെ സന്തോഷമല്ലേ? അതും പോരാഞ്ഞ് ആ ബന്ധം കല്യാണത്തിലേക്കൊക്കെ എത്താന്ന് പറഞ്ഞ ഇനി സന്തോഷിക്കാൻ എന്താ വേണ്ടത്? എനിക്ക് ആകാശവും ഭൂമിയും ഒക്കെ കീഴടക്കിയ പോലുണ്ട്. തുള്ളിച്ചാടി നൃത്തം ചെയ്യാൻ തോന്നുക നീലി. എനിക്ക് ഒരുപാട് സന്തോഷായി. മാഡം സോറി. അപ്പോ കാറി വെച്ച് വിഷ് ചെയ്യാൻ പറ്റിയില്ല. കൺഗ്രാചുലേഷൻസ്. എല്ലാവരും സ്വപ്നം കാണാറുണ്ട്, പക്ഷെ അത് യാഥാർത്ഥ്യമാവുന്നത് ചിലർക്ക് മാത്രം. എന്തായാലും എനിക്ക് സന്തോഷമായി. വൺസ് അഗെയിൻ കൺഗ്രാചുലേഷൻസ്. ഞാൻ വരട്ടെ. നന്ദീശ, നാളെ നമ്മളിവിടെ ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറെ കാലത്തിന് ശേഷം എന്റെ കൂട്ടുകാരൊക്കെ ഇങ്ങോട്ട് വരാൻ പോവാ. പാർട്ടി അടിപൊളിയായിരിക്കണം. അറേഞ്ച്മെന്റ്സ് എന്താവും ചെറിയാൻ ചെയ്യും. ആയിക്കോട്ടെ മുതലാളി, ഞാൻ എല്ലാം അറേഞ്ച് ചെയ്യാം. ആ ഭാഗത്തേക്ക് മുതലാളി നോക്കണ്ട. ശരി. എന്റെ ഡാഡി പെട്ടെന്ന് ഇവിടെ ഒരു പാർട്ടി? എനിത്തിങ് സ്പെഷ്യൽ? എന്റെ മരുമോളായിട്ട് വരുന്നവളെ എന്റെ കൂട്ടുകാർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ? അതിനുള്ള പാർട്ടിയായിരുന്നു. നാളെ ശിവാനിയുടെ വീട്ടിലേക്ക് വരാൻ പറ. ഓക്കെ ഡാഡി. ശിവാനി ഈ വീട്ടിലേക്ക് മരുമകളായി വരുന്നു എന്നുള്ളത് ശരിയാ.
പക്ഷെ കല്യാണത്തിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് ഇങ്ങനെ വരുന്നത് ശരിയായ ഒരു കാര്യമല്ല. എന്റെ ദമയന്തി, നീ ഇത് ഏത് കാലത്താ? അതൊക്കെ പഴയ സമ്പ്രദായങ്ങളല്ലേ ദമയന്തി. എല്ലാ കാലത്തും നമുക്ക് ഈ പഴയ ആചാരങ്ങളൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എത്ര തവണ അവൾ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നു, നാളെയും കൂടെ വരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കല്യാണം നടത്തുന്നത് ആചാരപ്രകാരമല്ല. എന്താന്ന് വെച്ചാ ഇതൊരു ലവ് മാരേജാ. എന്നാലും നിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദമയന്തി. കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മൾ കുറെയൊക്കെ കണ്ടില്ലാന്ന് നടിക്കണം. മുൻപൊക്കെ നിശ്ചയം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? പെണ്ണും ചെക്കനും പരസ്പരം ഒന്ന് കാണും, പേരിനൊന്ന് സംസാരിക്കും, കൂടിപ്പോയ ഒരു മോതിര മാറ്റവും ഉണ്ടാവും. ഇപ്പോഴോ നിശ്ചയം പോലും കല്യാണത്തിന്റെ റേഞ്ചിലാണ് നടത്തുന്നത്. ഇതൊന്നും അത്ര കാര്യമാക്കണ്ട മോനെ. നീ ശിവാനി ഇൻവൈറ്റ് ചെയ്യാൻ നോക്ക്. നാളത്തെ പാർട്ടി നടത്തുന്നത് തന്നെ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. എന്റെ ഫ്രണ്ട്സിനെ എല്ലാം എനിക്ക് ശിവാനിയെ പരിചയപ്പെടുത്തണം. അവളെ കണ്ടു കഴിയുമ്പോ ഷോക്കാവണം അവൾ. ഓക്കെ? ഷുവർ ഡാഡി. അങ്ങനെ ഒരു കുട്ടിയെ കിട്ടാൻ ആ വീട്ടിലുള്ള ഒരു പുണ്യം ചെയ്യണം. ആ കുട്ടിയെ ഞാൻ ആദ്യമേ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴേ ഇങ്ങനൊരു കുട്ടി മരുമകളായിട്ട് വന്നാ നന്നായിരിക്കും എന്ന് ആഗ്രഹിച്ചതാ. നിന്റെ ഈ വിചാര കുഴപ്പം എന്താ വിചാരിച്ച കുഴപ്പം? അവളുടെ സൗന്ദര്യം, അവളുടെ സ്വഭാവം, മുതിർന്നവർക്ക് കൊടുക്കുന്ന ബഹുമാനം, മറ്റുള്ളവരുടെ സങ്കടം കണ്ട മനസ്സിലാക്കാനുള്ള കഴിവ്. ഇങ്ങനൊരു കുട്ടിയാ ഞാൻ എന്റെ മോന് വേണ്ടി ആഗ്രഹിക്കുന്നത്. മധു, നീ ഇങ്ങനെ വാ തോരാതെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതും കൊടുത്താ. ശിവാനിയെ പോലൊരു കുട്ടിയാ നിനക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോ കണ്ടില്ലേ നിന്റെ അച്ഛന്റെ പ്രതികരണം എന്താന്ന്? അല്പം പോലും ഉത്തരവാദിത്തം കാണിക്കുന്നില്ല. അമ്മേ, അങ്ങനെയൊന്നും നടക്കില്ലല്ലോ. ശിവാനിയെ പോലുള്ളവരൊക്കെ കൊച്ചുമുതലാളിക്ക് ചേരുള്ളൂ. എന്താ നടക്കാത്ത? നിനക്കെന്താ കുഴപ്പം? നല്ല സ്വഭാവവും നല്ല മനസ്സും ഉണ്ട്. നല്ല മനസ്സും നല്ല സ്വഭാവമൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യമേ? അങ്ങനെയുള്ളവരൊക്കെ കല്യാണം കഴിക്കാൻ ഒരു യോഗ്യതയും കൂടെ വേണ്ടേ? ആ യോഗ്യത എനിക്കില്ല. ചുമ്മാ ഞാൻ മോഹിച്ച് വെറുതെ വേദനിക്കുന്നത് എന്തിനാ? അങ്ങനെയൊന്നും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ആഗ്രഹിക്കുന്നതിലും സ്വപ്നം കാണുന്നതിലും എന്ത് തെറ്റാ ഉള്ള തൃശൂൽ? നിനക്ക് കല്യാണം കഴിക്കാൻ ശിവാനിയെ പോലൊരു കുട്ടിയെ കിട്ടില്ലെന്നാണോ? നീ നോക്കിക്കോ മോനെ, ശിവാനിയെക്കാളും നല്ലൊരു കുട്ടിയെ കണ്ടുപിടിച്ച് നിന്റെ കല്യാണം ഞാൻ നടത്തും. അമ്മേ, ശിവാനിയെക്കാളും നല്ലൊരു പെണ്ണിന് ചിലപ്പോ കിട്ടുമായിരിക്കും. പക്ഷെ ആ സ്ഥാനത്ത് വേറൊരാൾ സങ്കല്പിക്കാനാവില്ല. മധു, മധു. ആ കൊച്ചമ്മേ വരുന്നു. എന്താ തൃശൂൽ? എന്താ നീ മാത്രമേ വന്നുള്ളോ? എവിടെ നിന്റെ മോൻ? പുറത്ത് കറങ്ങാൻ പോയതാ? ഞാനിതാ വരുന്നു. ഇന്ന് അവരുടെ ഫ്രണ്ട്സ് ഒക്കെ ഈ വീട്ടിലേക്ക് വരുന്നുണ്ട്. പാർട്ടി വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നീ റെഡിയാക്കിയിട്ടുണ്ടല്ലോ? എല്ലാം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. എന്തായെന്ന്? ആ ഈ ആകാൻ പോകുന്നു എന്നൊക്കെ വെറുതെ കള്ളം പറഞ്ഞ് സമയം കളഞ്ഞോണ്ടിരിക്കുകയല്ലേ? ദേഹം എനിക്ക് എന്തെങ്കിലും പണിയെടുക്കണം. ഇന്നിവിടെ മറ്റുള്ള ജോലിക്കാരും വന്നിട്ടില്ല. നിങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഒരു ദിവസം പണിയെടുത്തു വെച്ച് നിന്റെ തൊലിയൊന്നും കറക്കാൻ പോകുന്നില്ല. ചെല്. പാർട്ടിയില് ചെറിയൊരു കാര്യത്തിന് പോലും കുറവുണ്ടാകരുത്. എന്തെങ്കിലും കുറവുണ്ടായി കഴിഞ്ഞാ എന്റെ സ്വഭാവം മാറും. മനസ്സിലായല്ലോ? ഇല്ല മാഡം, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എല്ലാം കറക്റ്റായിട്ട് ചെയ്തോളാം ഞാൻ. ഇതുവരെ ഇവിടെ പാർട്ടി നടക്കാത്ത പോലെ സംസാരിക്കുന്നേ. എന്തൊക്കെയാ പറയുന്നേ നോക്കിയേ. വെറുതെ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാനായിട്ട്. ഒന്നേ ഒന്നും മിണ്ടാതിരിക്കോ. അവര് പറഞ്ഞത് കറക്റ്റ് അല്ലേ? എന്തായാലും ഈ വീട്ടിൽ ആദ്യമായിട്ട് നടക്കുന്ന കല്യാണമല്ലേ ഇത്? ആ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ നാലാള് കാണാൻ ഇവിടേക്ക് വരുമ്പോ എല്ലാം ക്ലീൻ ആയിട്ട് നടക്കണ്ടേ അമ്മേ? അതുകൊണ്ടല്ലേ എങ്ങനെയൊക്കെ പറയുന്നത്. നീ നിന്റെ അച്ഛനും ഒരുപോലെ തന്നെയാ. ഒരിക്കലും മാറാൻ പോകുന്നില്ല. എപ്പോഴും അവര് പറയുന്നത് കേട്ടിരുന്നോ? നിനക്കൊക്കെ അവര് തന്നെയാ വലിയവര്. എന്തെങ്കിലുമൊക്കെ കാണിക്ക. അമ്മേ, അമ്മേ. ഇത് ശിവാനിക്ക് വേണ്ടി. എന്താ ഇത്? ഡ്രസ് തനിക്ക് വേണ്ടി വാങ്ങിയതാ. വീട്ടിൽ നാളെ ഒരു പാർട്ടി നടത്താൻ തീരുമാനിച്ചിരിക്കുക. താൻ തീർച്ചയായിട്ടും വരണം. പാർട്ടിയോ? ഡാഡി ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ വിശേഷിച്ച്? നമ്മുടെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തില്ലേ,
സോ ഡാഡിയുടെ ക്ലോസ് ഫ്രണ്ട്സിനെ എല്ലാവർക്കും തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാർട്ടി നടത്താൻ തീരുമാനിച്ചത്. സോ താൻ തീർച്ചയായിട്ടും വരണം. നീലി, താനും വരണം. നാളെ പാർട്ടിക്ക് വരുന്നവരെല്ലാം ഡാഡിയുടെ ക്ലോസ് ഫ്രണ്ട്സ് മാത്രം. അതുകൊണ്ട് മരുമകളെ പരിചയപ്പെടുത്തുന്ന കാര്യത്തിൽ ഡാഡി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. വരുന്നവരെല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ അവരെല്ലാവരും നമ്മളെ പറ്റി എന്ത് കമന്റാ പറയാൻ പോകുന്നെന്ന് ഓർക്കുമ്പോ ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക്. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഞാൻ ഇറങ്ങട്ടെ. ത്രിവിക്രം, ശിവാനി ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. നീലി, അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ ഇവിടെ ഇരിക്കും. ത്രിവിക്രം പൊയ്ക്കോ, ഞങ്ങൾ നേരത്തെ വന്നാണ്. ഓക്കെ, അപ്പോ നാളെ പാർട്ടിയിൽ വെച്ച് കാണും. ഓക്കെ.